എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ വാട്ടർ അതോറിറ്റിയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് നാം കാണാറുണ്ട്, പത്രത്തിൽ വരുന്നൊരു വാർത്തയാണ്. ഞാൻ ട്രിവാൻഡ്രത്തെ കാര്യമാണ് പറഞ്ഞത്. ഇത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഈവൻ കേരളത്തിലുള്ള മറ്റ് സിറ്റികളിലും സാധാരണ കണ്ടുവരാറുള്ള ഒരു വാർത്തയാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവിടെ പൈപ്പ് ലൈൻ, വാട്ടർ ലൈൻ റിപ്പയർ കാരണം ആ പ്രദേശത്തുള്ളവർക്ക് വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കില്ല. ഇതാണ് അവരുടെ തുടക്കം. അത് ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസം നീളുന്ന വർക്കുകളൊക്കെ ആയിരിക്കും. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ ദേശത്തുള്ളവർക്ക് വെള്ളം കിട്ടിയില്ല. അവിടെ ഫ്ലാറ്റ് സംശയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവിടെ വാട്ടർ സ്റ്റോറേജ് കാണും. അവർ വണ്ടിയിൽ വെള്ളം കൊണ്ട് അവർക്ക് കാറ്റർ ചെയ്യും. ബട്ട് പാവം പിടിച്ചവരുണ്ട്, ഈ പബ്ലിക് ലൈൻ പൈപ്പിൽ നിന്ന് മാത്രം വെള്ളം എടുത്ത് പാചകം ചെയ്യുന്നവർ. അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് വെള്ളം കിട്ടിയില്ല. നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ 60 രൂപ 65 രൂപ കൊടുത്ത് ഈ 20 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ വാങ്ങി പാചകം ചെയ്യുന്ന അവസ്ഥയാണ്. കൂലിപ്പണിക്കാർക്ക് താങ്ങാവുന്നതിനോ അപ്പുറമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതോറിറ്റിയിൽ ഒരുപാട് സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവർ ടെൻഡർ വന്നാൽ പലരും കൂടി ആലോചിച്ച് അവർ ടെൻഡർ അറ്റൻഡ് ചെയ്ത് ആർക്കെങ്കിലും ഒരാൾക്ക് കോൺട്രാക്റ്റ് അവാർഡ് ചെയ്യും. അത് കൊടുക്കുന്നത് ഏറ്റവും ലോ പ്രൈസ് ആയിരിക്കും. ലോ പ്രൈസ് കോട്ട് ചെയ്ത് ഒരു വർക്കെടുത്താൽ അവർ പ്രധാനമായി കണ്ടെത്തുന്ന ഒരു സംവിധാനം, ഈ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഒന്നാമത്, ആ പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം കിട്ടിയില്ല. രണ്ടാമത്, ആ പ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ ആക്കി. മറ്റേ കുഴിച്ച് വേസ്റ്റ് മണ്ണെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ചത് റിപ്പയർ ചെയ്ത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ അതിൽ അസ്ഫാൾട്ട് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുവരെ ആൾക്കാർ ബുദ്ധിമുട്ടണം. അത് കൂടുതൽ ശല്യം ആകുമ്പോൾ നാട്ടുകാരും പബ്ലിക് ഇടപെട്ട്, പിന്നെ പാർട്ടി ഇടപെട്ട്, പിന്നെ അതിനെ കുറച്ച് സ്പീഡപ്പ് ചെയ്യും. കുറേ പ്രഖ്യാപനങ്ങളും കുറച്ച് സമരവും ഇത് സാധാരണ കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അന്ത്യം കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ അതോറിറ്റി ഈ ലോ കൊട്ടേഷൻ കൊണ്ടുവരുന്നവർക്ക് ജോബ് കൊടുക്കാതിരിക്കുക. രണ്ടാമത്, ഒരു ജോബ് അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത്ര രൂപയാകുമെന്നുള്ള അതോറിറ്റീസ് മനസ്സിലാക്കിയിട്ട് വേണം ടെൻഡർ കോൾ ഫോർ ചെയ്യേണ്ടത്. ഒരിക്കലും ലോ കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെർഫെക്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും കൊച്ചു വർക്കൊക്കെ ചെയ്തിട്ട് മണൽ മൂടി റോഡും ആസ്ഫാൾട്ട് ചെയ്ത് അങ്ങ് പോകും. കറക്റ്റ് 2-3 ദിവസം, 1 വർഷം കഴിയുമ്പോൾ വീണ്ടും അവിടെ ലീക്കിംഗ് ഫോമായി അത് വീണ്ടും വലിയ ഒരു ഹോൾ ഫോം ചെയ്ത് ലീക്ക് മൊത്തവും. പിന്നെ നാട്ടുകാരൊക്കെ ഇടപെട്ട് വീണ്ടും കുഴിക്കും. അതൊരു പ്രകൃതിയാണ്. ഇത് തുടർന്ന് വരുന്ന ഒരു സീരിയൽ കഥയാണ്. ആ മോഡലാണ് അത് പോകുന്നത്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ ഇനിയെങ്കിലും ഒരു കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ആ റിപ്പയറിന് അതിനൊരു വാറണ്ടി പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഈ റിപ്പയർ ചെയ്തവരെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അത് മസ്റ്റായിട്ട് വേണം. രണ്ടാമത്, വർക്ക് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം. പിന്നെ അതിൽ വേറെ പേരിലൊക്കെ വന്ന് ഇവർ തിരികേറ്റിയ ആൾക്കാരൊക്കെ അത് ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടിലൊക്കെ പലതും ചെയ്യും. ഈ ആംഗി ഓപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ടത്. കാരണം ഇത് കൊള്ളയടിയാണ്. ഇത് പാവം പിടിച്ചവൻ്റെ നികുതി പണം കൊണ്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംവിധാനത്തിന് ഒരു അന്ത്യം വരുത്തേണ്ടത് ഗവൺമെൻറ് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് അത് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കുടിവെള്ളം മാത്രമല്ല, റോഡ് ഗതാഗതം ഒക്കെ നശിപ്പിക്കുകയാണ്. വെറുതെ ഖജനാവ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനുള്ളൊരു തീരുമാനം ഉടൻ എടുക്കുക. രണ്ടാമത്, ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് ചെയ്തില്ലെന്ന് നല്ലൊരു ഒബ്സർവേഷൻ ടീമിന് ഉണ്ടാക്കുക. വിജിലൻസിൻ്റെ ഒരു ഒബ്സർവേഷൻ ഉണ്ടാക്കണം. പെർഫെക്റ്റ് ആയിരിക്കണം. വർക്ക് അവർ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ രണ്ടാമത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാലാവധിക്കുള്ള റിപ്പയർ വന്നാൽ അവരെ കൊണ്ട് ചെയ്യിച്ചിരിക്കണം. അല്ലെങ്കിൽ അവരിൽ നിന്ന് ആ എമൗണ്ട് ഈടാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ വർക്കുകൾ നല്ല രീതിയിൽ നടക്കൂ, മുമ്പോട്ട് പോകൂ. പൊതുജനത്തിന് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും അവർക്ക് കുടിവെള്ളവും ലഭ്യമാകത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഗവൺമെൻറ് തലത്തിനോട് ഇതിന് വേണ്ട
ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന് വേണ്ട ഒരു ലൂപ്പ് ഹോൾ ഇല്ലാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള റിപ്പയർ പണികൾ ചെയ്യുന്നവർക്ക് മാത്രം കോൺട്രാക്ട് കൊടുക്കുക. ലോ കൊട്ടേഷൻ വരുന്നവരെ റിജക്റ്റ് ചെയ്യുക. ഇത് എല്ലാവരുടെ അറിവിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.